ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കലണ്ടർ എന്ന ടോപ്പിക്കാണ്. ഇനി വരാൻ പോകുന്ന എക്സാംസ് ഡിഗ്രി ലെവലായാലും LD മെയിൻസ് ആയാലും LGS ആയാലും ഏത് ലെവൽ എക്സാം ആയാലും ഉറപ്പായിട്ടും 1 അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ് കലണ്ടർ എന്ന ടോപ്പിക്ക്. അപ്പം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യമാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇതില് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് ചോദ്യങ്ങളുടെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഓരോ ചോദ്യങ്ങളുടെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എടുക്കാൻ പോകുന്ന ടോപ്പിക് കലണ്ടർ ആണ്. ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അതിവർഷങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. 1970, 1966, 1992, 1954. അപ്പൊ ഇതിൽ നിന്ന് അതിവർഷം ഏതെന്ന ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധാരണ വർഷമാണെങ്കിൽ 365 ഡേയ്സ് ഉണ്ട് അല്ലെ. 365 ഡേയ്സ്, 365 ഡേയ്സ് ഉണ്ട്. അപ്പൊ ലീപ്പ് ഇയർ അതിവർഷം ആണെങ്കിലോ എത്ര ദിവസം ഉണ്ട്? 366, 366 ഡേയ്സ് ഉണ്ട്. അപ്പൊ അതിവർഷമാണെങ്കിൽ 366 ഡേയ്സ് ഉണ്ട്. സാധാരണ വർഷം ഓർഡിനറി ഇയർ ആണെങ്കിൽ 365 ഡേയ്സ് വരുന്നുണ്ട്. അപ്പൊ അതിവർഷം ലീപ്പ് ഇയറിൽ അധികമായിട്ട് വരുന്ന ദിവസം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 29 ആണ്. അപ്പൊ അതിവർഷത്തില് ഫെബ്രുവരി എടുത്താല് 29 ദിവസം വരുന്നുണ്ട്. അപ്പൊ അതിവർഷത്തില് അധികമായിട്ട് വരുന്ന ദിവസം ഫെബ്രുവരി 29 ആണ്. അപ്പോ കുറെ വർഷം തന്നിട്ട് അതിവർഷമാണോ അല്ലയോ എന്ന് നോക്കേണ്ട വഴി ഇതാണ്. തന്നിരിക്കുന്നത് സാധാരണ വർഷമാണെങ്കിൽ, ഓർഡിനറി ഇയർ ആണെങ്കിൽ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. പൂർണ്ണമായിട്ട് പോകുമെങ്കിൽ അത് അതിവർഷമാണ്. ഇനി തന്നിരിക്കുന്ന നൂറ്റാണ്ടാണെങ്കിൽ, സെഞ്ചുറി നൂറ്റാണ്ടാണെങ്കിൽ 4 കൊണ്ടല്ല ഹരിക്കേണ്ടത്, 400 കൊണ്ടാണ്. ഇപ്പൊ സാധാരണ വർഷങ്ങളെ 4 കൊണ്ടും നൂറ്റാണ്ടുകളെ 400 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന വർഷങ്ങളാണ് അതിവർഷങ്ങൾ. ഒന്നുകൂടെ പറയാം: സാധാരണ വർഷങ്ങളെ 4 കൊണ്ടും നൂറ്റാണ്ടുകളെ 400 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന വർഷങ്ങളാണ് അതിവർഷങ്ങൾ. അപ്പൊ ഒരു വർഷം തന്നിട്ട് നൂറ്റാണ്ടുകളാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ഒരു വർഷത്തിൽ അവസാനത്തെ 2 അക്കങ്ങൾ 0 വന്നാൽ അവ നൂറ്റാണ്ടാണ്, സെഞ്ചുറിയാണ്. അവസാനത്തെ 2 അക്കങ്ങൾ 0 വന്നാൽ നൂറ്റാണ്ടാണ്, സെഞ്ചുറിയാണ്. എക്സാമ്പിള്: 1000 നൂറ്റാണ്ടാണ്, സെഞ്ചുറിയാണ്. 1100 നൂറ്റാണ്ടാണ്, 1200 നൂറ്റാണ്ടാണ്, 1500 നൂറ്റാണ്ടാണ്, 2000 നൂറ്റാണ്ടാണ്. ഇവയുടെ അവസാനത്തെ 2 അക്കങ്ങളെല്ലാം 0 ആണ്. അപ്പൊ അവസാനത്തെ 2 ഡിജിറ്റ്സ് അക്കങ്ങൾ 0 വന്നാൽ അവ നൂറ്റാണ്ടാണ്, സെഞ്ചുറിയാണ്. ഒരു നൂറ്റാണ്ട് തന്നിട്ട് അതിവർഷമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ട വഴി എന്താ? 400 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അവ എന്താണ്? അതിവർഷമാണ്. ഇപ്പൊ സാധാരണ വർഷമാണെങ്കിൽ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. നൂറ്റാണ്ടാണെങ്കിൽ 400 കൊണ്ട് ഹരിച്ചു നോക്കുക. പൂർണ്ണമായിട്ട് പോകുമെങ്കിൽ അതിവർഷമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്ന ചോദ്യത്തിലുള്ള വർഷങ്ങളെല്ലാം സാധാരണ വർഷമാണ്. അവസാനത്തെ 2 അക്കം 0 അല്ല. ഓക്കെ, ഇപ്പൊ സാധാരണ വർഷം ആയതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചു നോക്കുക. ഒരു സംഖ്യ തന്നിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കേണ്ട വഴി എന്താ അറിയാമോ? ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങളെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഫുൾ സംഖ്യയെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. എക്സാമ്പിള്: 1970 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കേണ്ട വഴി എന്താ? അവസാനത്തെ 2 അക്കങ്ങളായ 70 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 1970 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 70 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, 2 ശിഷ്ടം വരും. അപ്പൊ 1970 നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിവർഷം അല്ല. അവിടെ നോക്കി 66 നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. 66 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 ശിഷ്ടം വരുന്നുണ്ട്. അപ്പൊ 1966 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അടുത്ത് 92 എടുത്തേ. 92 നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും. ശിഷ്ടം 0 ആണ്. അപ്പൊ 1992 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ലീപ്പ് ഇയർ ഏതാ? അതിവർഷം ഏതാ? 1992 ആണ്. അടുത്തിവിടെ 54 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല.
അതിവർഷമല്ല. അപ്പൊ ആൻസർ സി ആണ്. 1992 അവസാനത്തെ രണ്ടക്കങ്ങളായ 92നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, സാധാരണ വർഷമാണെങ്കിൽ 4 കൊണ്ട് ഹരിച്ചു നോക്കുക, നൂറ്റാണ്ടാണെങ്കിൽ 400 കൊണ്ട് ഹരിച്ചു നോക്കുക, പൂർണ്ണമായിട്ട് പോകുമെങ്കിൽ അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. നമുക്ക് 2 ചോദ്യം കൂടെ നോക്കാം. ശരി, ഇപ്പൊ ഇവിടെ 4 ഇയർ ഉണ്ട്, 4 വർഷങ്ങളുണ്ട്. 2022, 2008, 2002, 2014. അതിവർഷം ഏതാണ്? 22നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 2 ശിഷ്ടം വരും, അപ്പൊ ലീപ്പ് ഇയർ അല്ല. 8 എടുക്കുമ്പോൾ 2008 അവസാനത്തെ രണ്ടക്കം 8 ആണ്. 8നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, ശിഷ്ടം 0 അപ്പൊ അതിവർഷം കിട്ടി 2008 ആണ്. ഇപ്പൊ 2002 അവസാനത്തെ രണ്ടക്കം 2 ആണ്, 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, അതിവർഷമല്ല. അടുത്ത 2014. 2014ലെ അവസാനത്തെ രണ്ടക്കങ്ങൾ 14 ആണ്. 14നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, അപ്പൊ അതിവർഷമല്ല അത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ 2008 ബി ആണ്. ശരി, അപ്പൊ അടുത്ത ചോദ്യം. 1800, 1000, 2400, 2200 ആണ്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന വർഷങ്ങളെല്ലാം നൂറ്റാണ്ടുകളാണ്, സെഞ്ചുറീസ് ആണ്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അവസാനത്തെ രണ്ടക്കങ്ങളെല്ലാം 0 വന്നു. 1800 അവസാനത്തെ രണ്ടക്കം 0, 1000 അവസാനത്തെ രണ്ടക്കം 0, 2400 അവസാനത്തെ രണ്ടക്കം 0, 2200 അവസാനത്തെ രണ്ടക്കം 0 ആണ്. ഇപ്പൊ എല്ലാ നൂറ്റാണ്ടുകളാണ്. നൂറ്റാണ്ടുകൾ തന്നിട്ട് അതിവർഷമാണോ അല്ലയോ നോക്കേണ്ട വഴി എന്താ? 400 കൊണ്ട് ഹരിച്ചു നോക്കുക. 1800നെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. നോക്കി, 1800 ഭാഗം 400, 2 0 വെട്ടിയാല് 18 ഭാഗം 4 വരിക, പറ്റത്തില്ല, പോകത്തില്ല, 2 ശിഷ്ടം വരും. ഇപ്പൊ 1800 അതിവർഷമല്ല. അടുത്ത 1000. 1000നെ നമുക്ക് 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 1000 ഭാഗം 400, 2 0 വെട്ടിയാൽ 10 ഭാഗം 4 ആണ്, പോകത്തില്ല. അടുത്ത 2400നെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2400 ഭാഗം 400, 2 0 വെട്ടിയാൽ 24 ഭാഗം 4, ശിഷ്ടം 0 ആണ്. ഓക്കെ, അപ്പം 400 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പൊ ലീപ്പ് ഇയർ കിട്ടി, അതിവർഷം കിട്ടി, 2400 ആണ്. അടുത്ത 2200 എടുത്തേ. 2200നെ നമുക്ക് 400 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 2 0 വെട്ടിയാൽ 22 ഭാഗം 4, ശിഷ്ടം 2 ആണ്. അപ്പൊ ആൻസർ സി ആണ്, 2400 ആണ് അതിവർഷം. അപ്പൊ ഒന്നുകൂടെ പറയാം, സാധാരണ വർഷങ്ങളെ 4 കൊണ്ടും നൂറ്റാണ്ടുകളെ 400 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന വർഷങ്ങളാണ് അതിവർഷങ്ങൾ, ലീപ്പ് ഇയേഴ്സ്. പഠിക്കുക. അപ്പൊ അടുത്ത ടൈപ്പ് ചോദ്യം കലണ്ടറിൽ ശ്രദ്ധിക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പ് ചോദ്യം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടൈപ്പ് ചോദ്യമാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്നത്, ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ന് തിങ്കൾ എങ്കിൽ 65 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? ഇപ്പൊ ചോദ്യം വായിക്കാം. ഇന്ന് തിങ്കൾ എങ്കിൽ 65 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? ഈ ചോദ്യം പഠിക്കുക നിങ്ങൾ. ഇന്ന് തിങ്കൾ എങ്കിൽ 65 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? അപ്പൊ ഈ ടൈപ്പ് ചോദ്യം PSC ചോദിച്ചാൽ ഒരു വാക്ക് ഇവിടെ ഉണ്ടാവും. അതായത് കഴിഞ്ഞെന്ന വാക്ക് കാണും, കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആഫ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഉറപ്പായിട്ടും കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് കാണും, അല്ലെങ്കിൽ കാണത്തില്ല. ഒന്നുകിൽ കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് കാണും, അല്ലെങ്കിൽ കാണത്തില്ല, അങ്ങനെ ചോദിക്കൂ. അപ്പൊ കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ, ആഫ്റ്റർ, ആഫ്റ്റർ എന്ന വാക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഈ വാക്കുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് വാക്കാണ്? കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന വാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി, ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് ഉണ്ടെങ്കിൽ 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 നിങ്ങൾ ചെയ്യേണ്ടത്, ചോദ്യത്തിൽ കാണുന്ന സംഖ്യ എടുക്കുക. ഇവിടെ കാണുന്ന സംഖ്യ 65 ആണ് അല്ലെ, 65 ആണ്, 65 ആണ്. ആ 65നെ നിങ്ങൾ 7 കൊണ്ട് ഭാഗിക്കുക. 65 ഭാഗം 7 അല്ലെ, ശിഷ്ടം നോക്കുക അല്ലെ. 9 7 63 ആണ്, ശിഷ്ടം 2 വരിക, റിമൈൻഡർ 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്കുണ്ട് ഇവിടെ, ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന സംഖ്യ എടുക്കുക, 65, 65നെ 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം 2 ആണ്. അടുത്ത് ചെയ്യേണ്ടത്, ചോദ്യത്തിൽ ഇന്ന് തിങ്കൾ എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത് ചെയ്യേണ്ടത് തിങ്കൾ എന്ന് എഴുതുക, മൺഡേ തിങ്കൾ എന്ന് എഴുതുക, ഒരു പ്ലസ് ഇടുക,
ശിഷ്ടമായ 2 അടുത്ത് എഴുതുക. തിങ്കൾ പ്ലസ് 2. തിങ്കൾ പ്ലസ് 2 എന്ന് പറഞ്ഞാല് തിങ്കൾ കൂട്ടാൻ പാടില്ല തിങ്കൾ കഴിഞ്ഞ് വരുന്ന 2-ാം ദിവസം. തിങ്കൾ പ്ലസ് 2 എന്ന് പറഞ്ഞാല് തിങ്കൾ കൂട്ടാൻ പാടില്ല തിങ്കൾ കഴിഞ്ഞ് വരുന്ന 2-ാം ദിവസം. ഏതാ? ചൊവ്വ, ബുധൻ. ആൻസർ വെനസ്ഡേ, ബുധനാഴ്ചയാണ്. അപ്പൊ ആൻസർ ബി ആണ്, ബുധനാഴ്ചയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചാല് കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന വാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ സംഖ്യ എടുക്കുക, 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക. ദിവസം തന്നിരിക്കുന്ന ദിവസം മൺഡേ, തിങ്കളാഴ്ചയാണ്. ഇന്ന് തിങ്കൾ എന്ന ചോദ്യം പറയുന്നത്. അപ്പൊ തിങ്കൾ എഴുതുക, പ്ലസ് ഇടുക, ശിഷ്ടമായ 2-നടുത്ത് അടുത്തെഴുതുക. തിങ്കൾ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ തിങ്കൾ കൂട്ടാൻ പാടില്ല തിങ്കൾ കഴിഞ്ഞു വരുന്ന 2-ാം ദിവസം. ഏതാ? ചൊവ്വ, ബുധൻ. അപ്പൊ ആൻസർ വെനസ്ഡേ, ബുധനാഴ്ചയാണ്. നമുക്ക് ഒരു 3 ചോദ്യം കൂടെ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ന് ബുധനെങ്കിൽ 85-ാം ദിവസം ഏതാണ്? 85th ഡേ. ഇന്ന് ബുധനെങ്കിൽ 85-ാം ദിവസം ഏതാണ്? നോക്കി, ഇവിടെ കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്കുണ്ടോ? ഇല്ല. ഇവിടെ കഴിഞ്ഞ എന്ന വാക്കില്ല. 85-ാം ദിവസം, 85th ഡേ ഏതെന്ന ചോദ്യം. അപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് ഇല്ല എങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. ഇവിടെ സംഖ്യ 85, തന്നിരിക്കുന്ന സംഖ്യ 85. 1 കുറയ്ക്കുക. 85-ൽ നിന്നും 1 കുറയ്ക്കുക. 85 മൈനസ് 1 എത്രയാ? 84. ആ 84-നെ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. എന്താ ചെയ്യണ്ടേ? 84 ഭാഗം 7 അല്ലെ? 12 7 84 ശിഷ്ടം 0. അപ്പൊ ശിഷ്ടം 0 വന്നാൽ സെയിം ഡേ. ഇന്ന് ബുധൻ എന്നാ പറഞ്ഞേ. അപ്പൊ ബുധൻ എഴുതുക, പ്ലസ് ഇടുക, ശിഷ്ടം 0. ബുധൻ പ്ലസ് 0 എന്ന് പറഞ്ഞാല് ബുധൻ തന്നെയാണ്. ആൻസർ ബുധനാണ്. വെനസ്ഡേ, ബുധനാഴ്ചയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ടൈപ്പ് ചോദ്യം PSC ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആൻസർ കിട്ടി. ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? സംഖ്യ എടുക്കുക, 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക, ദിവസം എഴുതുക, പ്ലസ് ഇടുക, ശിഷ്ടത്തെ എടുത്ത് എഴുതുക. അടുത്ത കഴിഞ്ഞ അല്ലെങ്കിൽ ശേഷം എന്ന വാക്ക് ഇല്ല എങ്കിൽ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. 1 കുറച്ചിട്ട് 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക, ചെയ്യുക. എങ്കിൽ അടുത്ത ചോദ്യം, ഇന്ന് വെള്ളിയെങ്കിൽ 104 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? ഇന്ന് വെള്ളിയെങ്കിൽ 104 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണ്? അപ്പൊ ഇവിടെ കഴിഞ്ഞ എന്ന വാക്കുണ്ടോ? ഉണ്ടല്ലോ. ആഫ്റ്റർ, ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ എന്ന വാക്കുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന സംഖ്യ എടുക്കുക. 104 ആണ് അല്ലെ? 104. 104-നെ എന്താ ചെയ്യണ്ടേ? 7 കൊണ്ട് ഭാഗിക്കുക. 104 ഭാഗം 7. 104 ഭാഗം 7 ചെയ്യുക. 14 7 ചെയ്യുമ്പോൾ 98 കിട്ടും. ശരിയല്ലേ? ആ ശിഷ്ടം വരുന്നത് 6 ആണ്. നേരത്തെ ചെയ്ത പോലെ ചെയ്തേ. വെള്ളി എഴുതുക, വെള്ളി, ഫ്രൈഡേ, പ്ലസ് ഇടുക, ശിഷ്ടം 6. ഇവിടെ ശിഷ്ടം 6 വന്നാൽ ചുമ്മാ കൂട്ടി കഷ്ടപ്പെടണ്ട. ശിഷ്ടം 6 വന്നാൽ തൊട്ട് തലേ ദിവസം എഴുതി വെച്ചാൽ മതി. വെള്ളിക്ക് തലേ ദിവസം ഏതാ? വ്യാഴം, തേഴ്സ്ഡേ, വ്യാഴം. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ശിഷ്ടം 6 വന്നാൽ ചുമ്മാ കൂട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. തൊട്ട് തലേ ദിവസം എഴുതി വെച്ചാൽ മതി. വെള്ളിക്ക് വരുന്ന തലേ ദിവസം ഏതാ? വ്യാഴമാണ്. അല്ലെങ്കിൽ കൂട്ടി നോക്കുക. വെള്ളി പ്ലസ് 6, വെള്ളി കൂട്ടാൻ പാടില്ല. വെള്ളി കഴിഞ്ഞ് വരുന്ന 6-ാം ദിവസം അല്ലെ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ എന്ന വാക്കുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക, ഇല്ല എങ്കിൽ 1 കുറച്ചിട്ട് ചെയ്യുക. ഒരു ചോദ്യം കൂടെ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ വ്യാഴമാണ്, എ ആണ്. ശരി, ഒരു ചോദ്യം കൂടെ. ഇന്ന് ഞായറെങ്കിൽ 100-ാം ദിവസം ഏതാണ്? ഇന്ന് ഞായറെങ്കിൽ 100-ാം ദിവസം ഏതാണ്? നോക്കി, ഇവിടെ കഴിഞ്ഞെന്ന വാക്കുണ്ടോ? ഇല്ല. 100-ാം ദിവസമാണ്. അപ്പൊ കഴിഞ്ഞെന്ന വാക്കില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? 1 കുറയ്ക്കുക. 100-ൽ നിന്നും 1 കുറയ്ക്കുക. 100 മൈനസ് 1 99 അല്ലെ? 99-ന് എന്താ ചെയ്യണ്ടേ? 99 ഭാഗം 7 അല്ലെ? 14 7 98
ശിഷ്ടം 1 ഓക്കെ. എടാ ശിഷ്ടം 1 വന്നാൽ തൊട്ടടുത്ത ദിവസം. ഇന്ന് ഞായർ എന്നാ ചോദ്യം പറയുന്നത്. അപ്പൊ ഞായർ എഴുതുക. ഞായർ പ്ലസ് ഇടുക. ശിഷ്ടം 1 ഞായർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഞായർ കഴിഞ്ഞ് വരെ തൊട്ടടുത്ത ദിവസം. തൊട്ടടുത്ത ദിവസം ഏതാ? തിങ്കൾ, മൺഡേ ആണ്. അപ്പൊ ശിഷ്ടം 1 വന്നാൽ തൊട്ടടുത്ത ദിവസമാണ്. ശിഷ്ടം 0 വന്നാലോ സെയിം ഡേ ആണ്. ശിഷ്ടം 6 വന്നാലോ തൊട്ട് തലേ ദിവസം. പഠിക്കുക. ശിഷ്ടം 1 വന്നാൽ തൊട്ടടുത്ത ദിവസം. ശിഷ്ടം 0 വന്നാൽ അതേ ദിവസം. ശിഷ്ടം 6 വന്നാൽ തൊട്ട് തലേ ദിവസമാണ്. പഠിക്കുക. ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞ് അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന വാക്ക് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക. ഇല്ല എങ്കിൽ എന്താ ചെയ്യണ്ടേ? 1 കുറച്ചിട്ട് 7 കൊണ്ട് ഭാഗിക്കുക. ശരി, നമുക്ക് ഇതില് അടുത്ത ടൈപ്പിലോട്ട് പോവാം. ഈ ചോദ്യത്തിന്റെ ആൻസർ തിങ്കളാഴ്ചയാണ്, എ ആണ്. അപ്പൊ അടുത്ത ടൈപ്പ് ചോദ്യം കലണ്ടറില് ശ്രദ്ധിക്കുക. 1985 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? പഠിക്കുക. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. 1985 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം, നിയറസ്റ്റ് ഇയർ ഏതെന്ന ചോദ്യം. ഇപ്പൊ ചോദ്യം ഒന്നുകൂടെ. 1985 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? ഈ ടൈപ്പ് ചോദ്യം PSC ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യും പോലെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വർഷം 1985 ആണ്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈപ്പ് ചോദ്യം പഠിക്കുക. ഈ ടൈപ്പ് ചോദ്യം PSC ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വർഷത്തിലെ അവസാനത്തെ 2 അക്കങ്ങൾ എടുക്കുക. ഇവിടെ അവസാനത്തെ 2 അക്കങ്ങൾ 85 ആണ് അല്ലേ? തന്നിരിക്കുന്ന വർഷം 1985, അവസാനത്തെ 2 അക്കം 85. ആ 85നെ നിങ്ങൾ 4 കൊണ്ട് ഭാഗിക്കുക. എടാ 4 കൊണ്ട് കഴിഞ്ഞ ടൈപ്പ് ചോദ്യമാണെങ്കിൽ 7 കൊണ്ട് ഭാഗിക്കുക. ഈ ടൈപ്പ് ചോദ്യമാണെങ്കിൽ 4 കൊണ്ട് ഭാഗിക്കുക. 4 കൊണ്ട് ഭാഗിക്കുക. തെറ്റിക്കരുത്, ടൈപ്പ് മാറിപ്പോകരുത്. 4 കൊണ്ട് ഭാഗിക്കുക. 85 ഭാഗം 4. ശിഷ്ടം നോക്കിക്കേ. 21 4 ചെയ്യുമ്പോൾ 84. ശിഷ്ടം വരുന്നത് 1 ആണ്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യത്തിൽ ശിഷ്ടം 1 വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 കൂട്ടിയാൽ മതി. അതായത് 1985 കൂടെ 6 കൂട്ടുക. 1985 പ്ലസ് 6 1991 ആണ് ആൻസർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യം പഠിക്കുക. ഈ ചോദ്യം പഠിക്കുക. ഈ ചോദ്യത്തിന്റെ ടൈപ്പ് മനസ്സിലാക്കുക. 1985 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? അതായത് 1985 അതേ കലണ്ടർ വരുന്ന തൊട്ടടുത്ത വർഷം, നിയറസ്റ്റ് ഇയർ ഏതെന്ന ചോദ്യം. 1985 അതേ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതെന്ന ചോദ്യം. ചോദ്യം പഠിക്കുക. ഈ ചോദ്യം ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന വർഷത്തിലെ അവസാനത്തെ 2 അക്കങ്ങൾ എടുക്കുക. ഇവിടെ അവസാനത്തെ 2 അക്കങ്ങൾ 85 ആണ്. അതിനെ 4 കൊണ്ട് ഭാഗിക്കുക. 4 കൊണ്ട് ഭാഗിക്കുക. ശിഷ്ടം നോക്കുക. 85 ഭാഗം 4. ശിഷ്ടം റിമൈൻഡർ 1 ആണ്. ശിഷ്ടം 1 വന്നാൽ 6 കൂട്ടുക. അപ്പൊ 1985 കൂടെ 6 കൂട്ടുക. 1985 പ്ലസ് 6 1991 ആണ് ആൻസർ. ഓക്കെ. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം 1 മാത്രമാണോ വരിക? അല്ല അല്ലേ? ശിഷ്ടം 1 വരാം, 2 വരാം, 3 വരാം, 0 വരാം അല്ലെ? ഒരു സംഖ്യയെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ശരിയല്ലേ? വേറെ 1 വരത്തില്ല. ഓക്കെ. നമ്മൾ ഇവിടെ പഠിച്ചത് ശിഷ്ടം 1 വന്നാൽ 6 കൂട്ടുക എന്നാണ്. ഇനി ശിഷ്ടം 0 വന്നാലോ? പഠിക്കുക. ശിഷ്ടം 0 വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ടിയാൽ മതി. അതായത് പ്ലസ് 28 ചെയ്യുക. അപ്പോ ആ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കിട്ടും. ഇനി ശിഷ്ടം 1 വന്നാൽ നമ്മൾ പഠിച്ചു 6 കൂട്ടാൻ പഠിക്കാം. ഇനി ശിഷ്ടങ്ങൾ 2 വന്നാലും 3 വന്നാലും 11 കൂട്ടിയാൽ മതി, ആൻസർ കിട്ടി. അപ്പൊ ഇതുപോലെ പഠിക്കാം. തന്നിരിക്കുന്ന വർഷം എടുക്കുക. അവസാനത്തെ 2 അക്കങ്ങളെ 4 കൊണ്ട് ഭാഗിക്കുക. ശിഷ്ടം 0 വന്നാൽ 28 കൂട്ടുക. നമുക്കറിയാം
ഒരു വർഷത്തിലെ അവസാനത്തെ രണ്ടക്കങ്ങളെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ സിസ്റ്റം 0 വന്നാൽ അതിന്റെ അർത്ഥം അത് ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. ശരിയല്ലേ? തന്നിരിക്കുന്ന വർഷത്തിലെ അവസാനത്തെ രണ്ടക്കങ്ങളെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ സിസ്റ്റം 0 വന്നാൽ അതെന്താ? അത് അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യത്തില് അതിവർഷം ചോദിച്ചാൽ, ലീപ്പ് ഇയർ ചോദിച്ചാൽ നിങ്ങളിങ്ങനെ 4 കൊണ്ട് ഭാഗിച്ച് സമയം കളയണ്ട, ചുമ്മാ 28 കൂട്ടിയാൽ മതി, ആൻസർ കിട്ടും. അപ്പൊ അതിവർഷമാണെങ്കിൽ 28 കൂട്ടുക. ഈ ടൈപ്പ് ചോദ്യത്തിൽ അതിവർഷം ചോദിച്ചാൽ 28 കൂട്ടുക, 28 കൂട്ടുക, 28 കൂട്ടുക, ആൻസർ കിട്ടി. ശിഷ്ടം 1 വന്നാൽ 6 കൂട്ടുക, 6 കൂട്ടുക, 6 കൂട്ടുക. 2 വന്നാൽ 11 കൂട്ടുക, 11 കൂട്ടുക. 3 വന്നാലും 11 കൂട്ടുക, 11 കൂട്ടുക. നമ്മുടെ ഈ ചോദ്യത്തിൽ ശിഷ്ടം 1 വന്നത്, അപ്പൊ 6 കൂട്ടുക. 1985 പ്ലസ് 6 1991 ആണ്. അപ്പൊ നമുക്ക് ഉടനെ പറയാൻ പറ്റും 1985 കലണ്ടറും 1991 കലണ്ടറും സെയിം ആയിരിക്കും, ഒരേ കലണ്ടർ ആയിരിക്കും. 1985 ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ 1991 ജനുവരി 1 തിങ്കളാഴ്ച ആയിരിക്കും. 1985 ഡിസംബർ 31 വെള്ളിയാഴ്ചയാണെങ്കിൽ 1991 ഡിസംബർ 31 വെള്ളിയാഴ്ചയായിരിക്കും, ഉറപ്പാണ്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആൻസർ 1991 ആണ്. ഒന്നുകൂടെ പറയാം, ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ തന്നിരിക്കുന്ന വർഷത്തിലെ അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കുക, അവസാനത്തെ രണ്ടക്കങ്ങളെ 4 കൊണ്ട് ഭാഗിക്കുക, ശിഷ്ടം നോക്കുക. ശിഷ്ടം 0 വന്നാൽ, അതായത് അതിവർഷമാണെങ്കിൽ 28 കൂട്ടുക, 1 വന്നാൽ 6 കൂട്ടുക, 2 വന്നാൽ 11 കൂട്ടുക, 3 വന്നാലും 11 കൂട്ടുക. ഓക്കെ ആണ്. 2 ചോദ്യം കൂടെ. ചോദ്യം ഇതാണ്: 1999 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? 1999 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിയറസ്റ്റ് ഇയർ കാണാൻ എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന വർഷം 1999, അവസാനത്തെ രണ്ടക്കങ്ങൾ 99. എന്താ ചെയ്യണ്ടേ? 99നെ 4 കൊണ്ട് ഭാഗിക്കുക. ഹരണഫലം 24, 24 4 96. ശിഷ്ടം 3 വന്നാൽ എത്രയാ കൂട്ടേണ്ടത്? 11 ആണ്. അതായത് 1999 കൂടെ 11 കൂട്ടുക. കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 2010 ആണ്. 2010 ആണ്. അപ്പൊ 1999 കലണ്ടർ, അതേ കലണ്ടർ വരുന്ന നിയറസ്റ്റ് ഇയർ തൊട്ടടുത്ത വർഷം ഏതാണ്? 2010 ആണ്. 2010 ആണ്. അപ്പൊ ആൻസർ എ 2010 ആണ്. പഠിച്ചു. ശരിയെങ്കിൽ ഒരു ചോദ്യം കൂടെ. ചോദ്യമാണ്, ഞാൻ ചോദ്യം പറയാം. 2000 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? ഞാൻ ഇവിടെ 99 മാറ്റി 2000 ആക്കി. 2000 കലണ്ടർ ആവർത്തിക്കാൻ സാധ്യതയുള്ള തൊട്ടടുത്ത വർഷം ഏതാണ്? നോക്കി, ഇവിടെ 2000 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. അതിവർഷമാണെന്ന് മനസ്സിലാക്കിയാൽ ഒന്നും ചെയ്യണ്ട, 28 കൂട്ടിയാൽ മതി. അതിവർഷമാണെന്ന് മനസ്സിലാക്കിയാൽ ഒന്നും ചെയ്യണ്ട, 28 കൂട്ടിയാൽ മതി, ആൻസർ കിട്ടും. അപ്പൊ 2000 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കാണാൻ 2000 കൂടെ 28 കൂട്ടുക. 2000 പ്ലസ് 28 2028. അപ്പൊ 2000 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം 2028 ആണ്. 2028 ആണ്. 2028 ആണ്. പഠിച്ചു. ശരി, അപ്പൊ നമ്മള് ഈ കലണ്ടറിൽ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും 3 ടൈപ്പായി ഫസ്റ്റ് പാർട്ടിൽ. അപ്പൊ ബാക്കിയുള്ള ടൈപ്പ് ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം നമുക്ക്. അപ്പൊ ഈ 3 ടൈപ്പ് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ബാക്കി ടൈപ്പ് ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം. പഠിക്കുക. ശരി.